ബി ജെ പിക്ക് ഇനി എത്ര കിട്ടും എന്നുകൂടി ഈ പറയുന്ന 0 മുതൽ 3 വരെ, 0 മുതൽ 5 വരെ, 0 മുതൽ 7 വരെ, അതുപോലെ 3 മുതൽ 9 വരെ, 3 മുതൽ 7 വരെ, 3 മുതൽ 11 വരെ, ഇങ്ങനെയൊക്കെയാണ് ബി ജെ പിക്ക് ലഭിക്കാവുന്ന സീറ്റുകൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഏകമാന സ്വഭാവമില്ല. പക്ഷെ ആരും പറയുന്നില്ല കേരളം ബി ജെ പി ഭരിക്കുമെന്ന്. ബി ജെ പി കിട്ടുന്ന വോട്ട് ഷെയറിനെ കുറിച്ച് വ്യത്യസ്തമായ കണക്കാണുള്ളത്. ഒരു സർവേ മാത്രം, ചാണക്യ സർവേ മാത്രം പറയുന്നു 20% വോട്ട്, ഹ്യൂജ് വോട്ട്. 20% ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി 20% വോട്ട്, അത് 19.86% വോട്ട് 2024 ലഭിച്ചപ്പോൾ 20 മണ്ഡലങ്ങളിൽ നിയമസഭാ സെഗ്മെന്റുകൾ എടുത്തു നോക്കുമ്പോൾ 20 നിയമസഭാ സെഗ്മെന്റിന്റെ ഇതിൽ 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ ആയിരുന്നു. അതിൽ 11 1ാം സ്ഥാനത്തായിരുന്നു. അപ്പോൾ ഈ 11 സീറ്റുകൾ കിട്ടുമെന്നാണോ? 20% ഉണ്ടെങ്കിൽ 11 കിട്ടാം, കിട്ടിക്കൂടായികയില്ല. പക്ഷേ 20% കിട്ടുമോ? ഇവിടെ വിഷയം എന്താണ്? അതും കൂടെ നോക്കണം. അത് സബ്ജക്റ്റീവായി നോക്കിയെങ്കിലേ പറ്റൂ. ബി ജെ പി കേരളം ഭരിക്കുമെന്ന ചിന്ത അധികം പേർക്കില്ല കേരളത്തിൽ. ചില ചിന്തിക്കുന്ന ഓപ്റ്റിമിസം ചിന്തിക്കുന്നതുകൊണ്ട് നാളുകളിൽ ഒരുപക്ഷെ സാധിച്ചേക്കാം. ഇന്നില്ല. ഇന്ന് UDF വേഴ്സസ് LDF ആണ്. ബി ജെ പി സ്റ്റാൻഡ്സ് എ ഗുഡ് ചാൻസ് ഓഫ് വിന്നിംഗ് ട്രിവാൻഡ്രം, സം ഓഫ് ദ സീറ്റ്സ് ഇൻ ട്രിവാൻഡ്രം കോർപ്പറേഷൻ, നേമം ആൻഡ് കഴക്കൂട്ടം ജയിച്ചേക്കാം. അത് വ്യത്യസ്തമായൊരു സാഹചര്യമാണ്. ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ എവിടെയാണോ ബി ജെ പി മെച്ചം, അവിടെ ബി ജെ പിയിലേക്ക് ആളുകൾ വോട്ട് ചെയ്തേക്കാം. മറ്റുള്ളിടത്ത് ബി ജെ പിക്ക് ചെയ്യുന്ന വോട്ടുകൾ നഷ്ടമാണ് എന്ന് എണ്ണുന്ന ഒരു മലയാളി, ആ മലയാളിയെയും ഒരുപക്ഷെ പോളുകൾ കാണുന്നു. ഇപ്പം ഇവിടെ 12 മുതൽ 14% വരെയും, ചില സർവേകളിൽ 14 മുതൽ 15% വരെയും ഒക്കെയാണ് ബി ജെ പിയുടെ വോട്ട് ഷെയറായി പറയുന്നത്. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഒരു ഷെയർ. അത് മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12% ലഭിച്ചത്. ഒരു സീറ്റ് ലഭിച്ചില്ലല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% ലഭിച്ചപ്പോൾ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു. അത്ഭുതകരമായ രീതിയിൽ പല മണ്ഡലങ്ങളിലും സ്ഥാനത്തിൽ 3 ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിഞ്ഞു. ഇനി ഒരു മണ്ഡലത്തിലെ ശരാശരി വോട്ടിൻ്റെ ഒരു ലെവലും കൂടെ പറയാം. ബി ജെ പിക്ക് എന്തുകൊണ്ട് ജയിക്കാൻ ബുദ്ധിമുട്ട് വരും എന്നത്. ശരാശരി ഒരു മണ്ഡലത്തിൽ ഏതാണ്ട് 1,80,000 വോട്ടുകൾ കാണും. 1,60,000, 1,55,000 വോട്ടുകൾ പോൾ ചെയ്യപ്പെടാം. അല്ല എങ്കിൽ ചില മണ്ഡലങ്ങൾ 2 ലക്ഷത്തോളം വോട്ടുകളുണ്ട് മണ്ഡലത്തിൽ. പക്ഷേ എല്ലാം പോൾ ചെയ്യപ്പെടില്ലല്ലോ. 1,60,000 പോൾ ചെയ്യുന്നു എന്ന് കരുതിയാൽ അവിടെ ബി ജെ പി പറയുന്നത് 30,000-ൽ കൂടുതൽ വോട്ടുകൾ തങ്ങൾക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കിട്ടിയ മണ്ഡലങ്ങളെ തങ്ങൾ എ ക്ലാസ്സായി കാണുന്നു. അവിടെ നിന്നും ഒരുപക്ഷെ 40,000, 50,000, 55,000, 60,000 മാറ്റാൻ ഞങ്ങൾക്ക് കഴിയും. വ്യത്യസ്തമായ സാഹചര്യത്തിൽ കാൻഡിഡേറ്റിന് മേന്മ, തെരഞ്ഞെടുപ്പ് പ്രചരണം, പണം എല്ലാം ഫാക്ടറാണ്. പക്ഷേ അതിന് കഴിയുന്നുണ്ടോ? അങ്ങനെ കഴിയുന്ന ഒരു 10ഓളം സീറ്റുകളിലാണ്. ഇല്ലേ, പാലക്കാട് സീറ്റ്, ഒരുപക്ഷെ മഞ്ചേശ്വരം സീറ്റ്, കാസർഗോഡ് സീറ്റ്, തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവ്, നേമം, ചുറ്റുപാടുമുള്ള കഴക്കൂട്ടം, ആ സീറ്റുകൾ, പിന്നെ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ സീറ്റ്, ഇവിടെയൊക്കെയാണ് 30,000-ൽ കൂടുതൽ, ഒരുപക്ഷെ 40,000-45,000 വോട്ടൊക്കെ ലഭിക്കുന്നത് അസാധ്യമല്ല. തിരുവല്ല സീറ്റ്, അതുപോലെ പാലാ സീറ്റ് ഒക്കെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഷോൺ ജോർജും അനുപാരനൊക്കെ മത്സരിച്ച സീറ്റുകളാണ്. ഇവിടെയൊക്കെ വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയിരുന്നു. പക്ഷേ 30,000 ഈസ് നോട്ട് എ വിന്നിംഗ് മാർജിൻ. എനി കേസ് 40,000 ഓൾസോ ഈസ് നോട്ട് എ വിന്നിംഗ് മാർജിൻ. അപ്പം തുല്യമായ വോട്ടുകൾ വീതിച്ച് പോയാൽ ഒരു 55,000 ഒക്കെ വോട്ടുകൾ ലഭിച്ചാൽ ഒരുപക്ഷെ വിജയിച്ച് വരാം. 60,000 ആണെങ്കിൽ വിന്നിംഗ് മാർജിൻ തന്നെയാണ്. 55,000 ഒക്കെ വോട്ടുകൾ, ടൈറ്റ് 3 കോർണേഡ് കോൺടെസ്റ്റ്, ഒരുപക്ഷെ വിജയ സാധ്യതയാണ്. 60, 62, 64,000 വോട്ടുകൾ എന്നത് കൃത്യമായ വിജയ ഫോർമുലയുമാണ്. അത്രയും വോട്ടുകൾ ലഭിക്കാൻ സാധ്യതയുള്ളത് നേമം, ഒരുപക്ഷെ കഴക്കൂട്ടം മണ്ഡലങ്ങളിലാണ് എന്നതുകൊണ്ടാണ് 2ലേക്ക് ഒരുപക്ഷെ ചുരുങ്ങാം. ചിലപ്പോൾ 3ാം സ്ഥാനത്തേക്ക് വരാം. ശോഭാ സുരേന്ദ്രൻ നല്ല സാധ്യത ഉണ്ടായിരുന്നു പാലക്കാട് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് പറയാൻ കഴിയൂ. അത് അവസാന നിമിഷം വന്ന ചില മാറ്റമറിച്ചിലുകൾ ഒരുപക്ഷെ ആ സാധ്യതയെ മാറ്റിമറിച്ചിട്ടുണ്ടാവാം. അങ്ങനെയാണ്. അതുകൊണ്ട് അത് മാത്രമല്ല, പോൾസ്റ്റേഴ്സ് പിടയ്ക്കുന്നത് എവിടെയാണ്? ബി ജെ പിക്ക് ലഭിക്കാൻ സാധ്യതയുള്ള 15% വോട്ടിനെ 15% സീറ്റായിട്ട് അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്താൽ അമ്പേ പാളിപ്പോകും. അങ്ങനെ ഒരു സംഭവമില്ല. സെലക്ട് കേന്ദ്രങ്ങളിലാണ് ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. കാർഡടച്ച് വെടിവെച്ചിട്ടില്ല. അവിടങ്ങളിലെ വോട്ടിംഗ് പെർസെൻറ്റേജ് മാത്രം എടുത്തുകൊണ്ട് വിശകലനം ചെയ്താലേ ബി ജെ പിയുടെ അവസ്ഥ അറിയൂ. ബി ജെ പി കട്ട് ചെയ്യാൻ സാധ്യതയുള്ളത് UDF വോട്ടാണോ LDF വോട്ടാണോ, അതും പരിഗണിക്കേണ്ടതാണ്. അപ്പം ആത്യന്തിക വിജയപരാജയങ്ങളിൽ ഇതെല്ലാം പരിഗണനാ വിഷയമാവുമ്പോൾ ആകമാന ചിത്രത്തിൽ ഇങ്ങനെയാണ്: ന്യൂനപക്ഷ കൺസോളിഡേഷൻ്റെയും ഭരണവിരുദ്ധതയുടെയും ചിറകിലേറി UDFന് കൃത്യമായ ഭൂരിപക്ഷം ലഭിക്കാം. ഒരുപക്ഷെ വേവ് ലൈക്ക് ഫോർമേഷൻ ഉണ്ടെങ്കിൽ, തരംഗ സാധ്യതയുണ്ടെങ്കിൽ അത് മലബാറിൽ നിന്നും തെക്കോട്ട് ഇരമ്പിയെത്തുന്ന തരംഗമാകും. തരംഗം ആരും പ്രവചിക്കുന്നില്ല. പക്ഷേ തരംഗം പൂർണ്ണമായി
ഇല്ല എന്ന് പറയാനുമാവില്ല. ഈ കണക്കൂട്ടുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ചില ഫിഗേഴ്സ് ആയിരിക്കും അവസാനം വരാൻ പോകുന്നത്. പക്ഷേ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുന്നുവെങ്കിൽ അതിനെ അട്ടിമറികളിൽ വലിയ അട്ടിമറി എന്ന് പറയേണ്ടി വരും. കാരണം ആ രീതിയിൽ ഒരു പ്രൊജക്ഷൻസും വരുന്നില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് ഇനി ദിവസങ്ങളിൽ നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്യാം. UDF ജയിച്ചു വരികയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് എന്തായിരിക്കും? മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ കോൺഗ്രസിന് മേൽ മുസ്ലിം ലീഗ് വൻ സമ്മർദ്ദം ചെലുത്തുമോ? ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി മുസ്ലിം ലീഗ് അവകാശവാദം ഉന്നയിക്കുമോ? കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ആട്ടി പൊട്ടുമോ? VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ ക്യാമ്പുകൾ തമ്മിൽ യുദ്ധം നടക്കുമോ? അതിൽ മുസ്ലിം ലീഗ് മുൻകൂട്ടി പറഞ്ഞു വെച്ചു. ജനപിന്തുണ ഈ സർവേയിൽ ഒരു കാര്യം കൂടെ കണ്ടെത്തി. പിണറായി വിജയനാണ് ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി. അതെന്തുകൊണ്ടാണ്? പിണറായി വിജയൻ മാത്രമായിരുന്നു ഇടതുപക്ഷത്തിന്റെ മുഖം. ഇടതുപക്ഷത്തെ പിന്തുണച്ച എല്ലാവരും ഒറ്റ പേര് പറഞ്ഞു, പിണറായി വിജയൻ. 3% പേര് മാത്രം പറഞ്ഞു ശൈലജ. വേറൊരു പേരില്ല അവിടെ. പക്ഷെ UDF പല പേരുകളും വന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് 9% പേര് പിന്തുണ കൊടുത്തു. രമേശ് ചെന്നിത്തല ആകുന്നതാണ് നല്ലത് എന്ന് UDF വോട്ടർമാരാണ്. LDF പറയില്ലല്ലോ. അവർ ജയിക്കുമെന്നല്ലേ പറയൂ, പിണറായി ജയിക്കുമെന്നല്ലേ പറയൂ. പക്ഷെ 21% പേര് 21-22% പേര് VD സതീശൻ അനുകൂലമായി ചിന്തിക്കുന്നു.